Hi friends, welcome back to my channel. ഇന്ന് വന്നിരിക്കുന്ന ഇച്ചിരി ബോട്ടിൽ ആർട്ടും ഒക്കെ ആയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ഈ കുപ്പിയിലാണ്. ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വെച്ചേക്കണേയാണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് ബ്രൗൺ കളറാണ്. അപ്പോൾ നമുക്ക് ബ്രൗൺ കളർ ഈ കുപ്പിക്ക് ഫുൾ അങ്ങ് അടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, ഞാനിതിപ്പോൾ ബ്രൗൺ കളർ അടിക്കാൻ പോവാണേ. ഇങ്ങനെ നമുക്ക് ഫുൾ അങ്ങ് അടിച്ചു കൊടുക്കാം. ഞാൻ ഫുൾ ബ്രൗൺ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്കൊരു സ്പോഞ്ച് ഷീറ്റ് എടുക്കാം. നമുക്ക് കളറിൽ മുക്കി ഇങ്ങനെ ഒപ്പി ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പം ഇങ്ങനെ നമുക്ക് ഫുൾ അങ്ങ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ അതേ ബ്രൗൺ ഫുൾ അടിച്ച് തീർന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇനി ബ്ലാക്കും ചെയ്യാം. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആദ്യം എന്തിനാ ബ്രൗൺ ചെയ്തതെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രൗണും ബ്ലാക്കും കൂടെ ചെയ്യുമ്പോൾ ഇച്ചിരി നല്ല രസമാണ് കാണാൻ. അതുകൊണ്ടാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ബ്ലാക്കും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പം അങ്ങനെ നമുക്ക് ബ്ലാക്കും ഫുൾ അങ്ങ് അടിക്കാം. അതെ, ഞാൻ ഫുൾ ബ്ലാക്ക് അങ്ങനെ അടിച്ചു കൊടുത്തു. ഇത് ഉണങ്ങുന്ന ടൈം കൊണ്ട് നമുക്ക് ഒരു വേറെ പണി ചെയ്യാം കേട്ടോ. വാ, ഇതെന്താണെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. ഞാൻ പറയാം. ഈ ഷോളിൻ്റെ ഒക്കെ അറ്റത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നല്ല ഡെക്കറേറ്റിംഗ് സാധനങ്ങളാണിത്. അപ്പോൾ ആ ഷോളിൻ്റെ അറ്റത്ത് ഞാൻ ഫുൾ അങ്ങ് പറിച്ചെടുത്തതാണ് ഇതൊക്കെ. അപ്പോൾ ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യണം. ഞാൻ എല്ലാത്തിനും വേറെ വേറെ ഡിഫറെൻറ്റ് കളേഴ്സായിട്ടാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇങ്ങനെ മുക്കി കുളിപ്പിക്കാം നമുക്കിതിനെ. ഇതിപ്പോൾ നന്നായിട്ട് ഇത് അങ്ങ് പെയിൻറ്റ് അങ്ങ് പിടിച്ചു. ഇനി നമുക്കിത് കാർഡ്ബോർഡ് പീസിലേക്ക് വയ്ക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയും ഓരോ കളേഴ്സൊക്കെ ചെയ്യാം. അതെ, ഞാനിത് കളറൊക്കെ ചെയ്തു. ഇതിനി ഉണങ്ങാൻ വെച്ചേക്കണയാണിത്. നമുക്കിത് കൂട്ട് 2-3 മതി. ഫ്രണ്ട്സ്, ഈ ബോട്ടിൽ അത്യാവശ്യത്തിന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ഇനി ഞാൻ ബ്ലൂ കളർ ഈ ബോട്ടിലിന് അടിക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ ഇതുപോലെ സ്പോഞ്ചും വെച്ചാണ് ചെയ്യണേ. ഇനി നമുക്ക് ഫുൾ അങ്ങ് ബ്ലൂ കളറും വെച്ച് പെയിൻറ്റ് ചെയ്യാം. ഞാനിതിപ്പോൾ ബ്ലൂ പെയിൻറ്റ് ഫുൾ അങ്ങ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ക്യാപ്പിനും ഞാൻ ബ്ലൂ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അത്യാവശ്യത്തിനൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബോട്ടിലേക്ക് ഒട്ടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഒട്ടിക്കാൻ പോവാണേ. നമുക്ക് പതുക്കെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അത് പശ തേച്ചാട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി അങ്ങനെ തന്നെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, ഞാനത് ഒട്ടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ആദ്യം ഒട്ടിച്ചപ്പോഴേ വലിയ രസമൊന്നും കാണാൻ തോന്നിയില്ല. അപ്പം ഞാൻ ഇച്ചിരി ഗിൽറ്റും കൂടി എടുത്ത് അങ്ങ് വാരി ഇട്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇച്ചിരി കൂടി നന്നായിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അതേ ഗിൽറ്റൊക്കെ നന്നായിട്ട് അങ്ങ് വാരി ഇട്ടിട്ടുണ്ട്. പുറകിൽ ഞാൻ ഗിൽറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായി കാണാൻ. ഞാൻ കൂടെ ഒരു റിബണും കെട്ടിക്കൊടുത്തു. ഇപ്പോൾ അതുകൊണ്ട് നല്ല രസമാണ് കാണാനിത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
ശരിക്കും പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണേ. എന്നാ ഈസി ബോട്ടിൽ ആർട്ട് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം വീട്ടിൽ. അപ്പോൾ അടുത്ത വീഡിയോ ഇടണ വരെ ബൈ ബൈ.